ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ 6 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആമിയും കൂടി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവൾക്ക് തലയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. ഈ മെയ് മാസം തുടങ്ങിയപ്പോഴൊക്കെ ഇവിടെ കത്തിരി വെയിലെന്ന് പറയും, അതിങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. ദേഹമൊക്കെ ഇങ്ങനെ സകലം പൊള്ളിപ്പോകുന്ന പോലത്തെ വെയിലാണ് കേട്ടോ. പുറത്തൊക്കെ പോകാനൊന്നും പറ്റില്ല, അത്രയ്ക്കും ചൂടാണ്. ചെന്നൈയിലുള്ളവർക്ക് മിക്കവാറും മനസ്സിലാവുമല്ലോ അല്ലേ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെയ്ക്കും അങ്ങനെ ഈ മെയ് മാസത്തെ ചൂട് പേടിച്ചിട്ട് നാട്ടിലൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ചൂട് സഹിച്ച് അത് നമുക്ക് ബോഡി ടെമ്പറേച്ചറായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ആ ഒരു വർഷം എനിക്ക് ദേഹമാസകലം പൊള്ളൽ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേഹം മൊത്തം ചെറിയ കുരുക്കൾ പോലെയൊക്കെ വന്നു. പിന്നെ ആ വർഷം ഞാൻ നാട്ടിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ ഞങ്ങൾ മെയ് മാസം വീട്ടിൽ തന്നെ കാണും. അപ്പോൾ ആമി പ്രത്യേകിച്ച് ജനിച്ചതിന് ശേഷവും ആമി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴൊക്കെ ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഡെലിവറി ടൈമിൽ ഞാൻ നാട്ടിലായിരുന്നു. മെയ് മാസമാണ് ഇവൾ ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമി ജനിച്ചതിന് ശേഷമൊക്കെ ഉള്ള എല്ലാ വർഷവും ഇവിടെ തന്നെ നിന്ന് ഇവിടുത്തെ ആ ഒരു വെയിൽ നമ്മുടെ ശരീരമായിട്ട് പറ്റി നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ആദ്യത്തേൻ്റെ അത്ര പ്രശ്നമില്ല. എന്നാലും ഭയങ്കര വെയിലാണ്. ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ. ദേഹമൊക്കെ അങ്ങ് പൊള്ളിപ്പോകുന്ന പോലത്തെ ചൂടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തണുത്ത ഭക്ഷണമൊക്കെയാണ് കൂടുതലും ഞങ്ങൾ കഴിക്കുന്നത്. ചെന്നൈയുടെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 7 മാസത്തോളം നല്ല വെയിലും ചൂടും ഒക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ മാത്രമാണ് ഇവിടെ മഴ കിട്ടുള്ളൂ. നാട്ടിലത്തെ പോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മഴയൊന്നും കിട്ടാറില്ല. വല്ലാത്തൊരു ക്ലൈമറ്റാണ് ഇവിടെ ചെന്നൈയിൽ. ഞാനിപ്പോൾ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ ആകെ വിയർത്ത് കുളിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം ഫാനൊന്നും ഇട്ടിട്ട് വോയിസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് സൗണ്ടൊക്കെ കേൾക്കില്ലേ, അതൊരു ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ പുറത്തൊക്കെ ഈ വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ സൗണ്ടും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഫാൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. ഇപ്പോഴും ഞാനിങ്ങനെ വിയർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്രയ്ക്കും ചൂടാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കുളിക്കും കേട്ടോ. കുളിക്കാതെ നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും വെയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ടാണ് ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നത്. എല്ലാ ദിവസമൊന്നും ചായ കുടിക്കാറില്ല. അപ്പോൾ ഇന്ന് രാവിലെ കട്ടൻ ഇട്ടു. ഞാനും ആമിയും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കട്ടനൊക്കെ ഇന്ന് കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഹസ്ബൻഡ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡിന് കുക്കുംബർ ജ്യൂസാണ് ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പോൾ ആമിക്ക് വെക്കേഷൻ ആയ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ധൃതി പിടിച്ചുള്ള ജോലികളൊന്നും ചെയ്യണ്ട കേട്ടോ. എന്നാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു 8-9 മണിക്കുള്ളിൽ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ചെയ്ത് വെക്കും കേട്ടോ. ഒരുപാട് അങ്ങനെ കൂടുതൽ നേരം കിച്ചണിൽ നിൽക്കാറേ ഇല്ല. കാരണം നമ്മുടെ കിച്ചൺ ഒന്നാമതേ വളരെ ചെറുതാണ്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ കിച്ചണിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വ്ളോഗിൽ എന്നോട് നമ്മുടെ നീതു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ രീതിയിൽ രസം വെക്കുന്നത് ഒന്ന് കാണിക്കണമെന്ന്. ഞാനൊരു വീഡിയോയിൽ റെസിപ്പി കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ലെമൺ സൈസിലുള്ളൊരു പുളി ഇതുപോലെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഞാൻ രാവിലെ കെറ്റിൽ വെള്ളം ചൂടാക്കിയോണ്ടാണ് അതിൽ ആ വെള്ളം ഒഴിച്ചത്. ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചാലും മതി. ഇതിനിടയിൽ തന്നെ ചോറ് വെച്ചത് വാർത്തിട്ടു. പിന്നെ ഈ ഒരു മൺകൂജ ഉണ്ടോ, ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ വെയിൽ സമയത്ത് മേടിച്ചിട്ടുള്ള കൂജയാണ്. ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് കുടിക്കുന്നത്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നേക്കാൾ നല്ല തണുത്ത വെള്ളം കിട്ടും. ഞങ്ങളിങ്ങനെ വാട്ടർ ഫിൽറ്ററിൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതെടുത്ത് ഈ മൺകൂജയിൽ വെച്ചേക്കും. എന്നിട്ട് ഞാൻ മാത്രമാണ് ഇത് കുടിക്കുന്നത്. ഹസ്ബൻഡിന് ഇത് കുടിക്കുമ്പോഴത്തേക്ക് നല്ല കോൾഡ് വരും. ആമിക്കും കൊടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ, കാരണം അത്രയ്ക്കും തണുപ്പാണ്. കുറച്ചും കൂടി വലിയൊരു മറ്റേ ക്യാൻ വാട്ടർ പോലത്തെ ആ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ മൺകൂജയിൽ തന്നെയുള്ള ക്യാൻ വാട്ടറിൻ്റെ ഇതുണ്ടല്ലോ, അത് മേടിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ തൽക്കാലം ഇതാണ് മേടിച്ചേക്കുന്നത്. ഞാൻ എപ്പോഴും ഇതിൽ വെള്ളം ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചേക്കാറുണ്ട്. ഇപ്പോൾ രാവിലെ ഇന്ന് നമ്മൾ റാഗി കൂഴാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആമിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിച്ച് അവൾക്ക് മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് ഈ ഒരു ബ്രെഡിൽ പീനട്ട് ബട്ടർ തേച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് അവൾക്കത് ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പീനട്ട് ബട്ടർ മേടിക്കാറുണ്ട്. അപ്പോൾ ആമിക്ക് ഇതുപോലെ ചിലപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ സ്കൂളിലൊക്കെ ഇത് കൊടുത്ത് വിടാറുണ്ട്. ന്യൂട്ടെല്ല അങ്ങനെ മേടിക്കാറില്ല. ഈ പീനട്ട് ബട്ടറിൻ്റെ തന്നെ ക്രഞ്ചി ആയിട്ടുള്ളതും ക്രീമി ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ക്രഞ്ചി ആയിട്ടുള്ളത് അങ്ങനെ എടുക്കാറില്ല, ക്രീമിയാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചില സമയത്ത് ഞങ്ങൾക്കും വിശപ്പ് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ആമിക്ക് ബ്രെഡ് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കൊടുത്തു. അവളവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഞാനിതിനിടയിൽ തന്നെ വന്നിട്ട് അരിയൊക്കെ വാർത്തിട്ടതൊക്കെ എടുത്തൊന്ന് നേരെ വെച്ചു. അപ്പം നമുക്ക് രസം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുളി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ ഓർത്തു നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്, ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന്. കുറേ നാളായി ഇത് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഇതിലിരിക്കുന്ന ഈ ഷെൽഫിൽ ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ ഓർഗനൈസേഴ്സ് എല്ലാം എടുത്ത് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയേ. കാരണം ഇത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് പാറ്റയുടെ ശല്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ മാസത്തിലൊരിക്കൽ ഇതുപോലെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. ഡീപ്പ് ക്ലീനിങ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പ്ലാസ്റ്റിക്കിലുള്ള ഒരു സ്റ്റാൻഡും അതുപോലെ സ്റ്റീലിലുള്ളതും എടുത്ത് നന്നായിട്ട് സോപ്പിട്ട് തന്നെ കഴുകി വെക്കാമെന്ന് കരുതി. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലല്ലേ ഈ എണ്ണയുടെയൊക്കെ ഇത് പറ്റിയിട്ട് നല്ല രീതിയിൽ പാറ്റ കയറിയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഈ പുളിയും ഉപ്പും ഒക്കെ ഞാനിവിടെ ആണ് വെച്ചേക്കുന്നത്, ഈ റാക്കുകളിലാണ് വെക്കുന്നത്. ചിലപ്പോൾ ഇതിനിടയിലൊക്കെ പാറ്റയൊക്കെ കയറിയിരിക്കുന്നത് അറിയാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ചൂടായ കാരണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ ഓർക്കും നമ്മളങ്ങനെ മടി പിടിച്ചിരുന്നാൽ പറ്റത്തില്ല. രാവിലെ നമ്മൾ പണികളെല്ലാം കഴിഞ്ഞാലാണ് നന്നായിട്ടൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഉച്ച സമയത്തൊന്നും കിച്ചണിൽ കയറാനേ പറ്റില്ല കേട്ടോ, ഓർക്കാൻ കൂടി വയ്യ. അപ്പോൾ രാവിലെ പണികളെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഞാൻ റൂമിൽ പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. റൂമിലാകുമ്പോഴത്തേക്കും AC വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് എപ്പോഴും ഒന്നും AC ഇടാറില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് AC ഇടും, ഓഫ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ആ ഒരു സ്പീഡിൽ അങ്ങ് ക്ലീനിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ചെയ്തത് തന്നെ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതവിടെ അങ്ങനെ കിടക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയായിട്ടിരുന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കിച്ചണിൽ വളരെ സ്പേസും കുറവാണ്. അപ്പോൾ ക്ലീനായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കിച്ചണിൽ വന്ന് പണിയെടുക്കാനും തോന്നത്തില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുവാണെങ്കിൽ നമ്മുടെ പണികളെല്ലാം പെട്ടെന്ന് തീരും കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കുക്കിങ്ങിന് നമുക്കങ്ങനെ അധികം സമയം വേണ്ടെന്നുണ്ട്. നമ്മൾ കുക്കിംഗ് അത്യാവശ്യം അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വരുന്ന ജോലികളെന്ന് പറയുന്നത് മുഴുവനും നമ്മുടെ ഈ ക്ലീനിങ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. പാത്രം കഴുകൽ, തുണി കഴുകൽ. നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ചെയ്താൽ തീരാത്തത്രയും പണികളാണല്ലേ. നമ്മൾ ഇങ്ങനെ ജോലികൾ കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. വീട്ടുജോലിക്ക് മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത്. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈഡ് തൊട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും നമ്മൾ പ്രത്യേകിച്ച് ക്ലീനിങ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. നമ്മളിന്ന് ഇത്രയും പോർഷൻ മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ. എനിക്കിപ്പോൾ കിച്ചണിൽ മേലത്തെ പോർഷനൊക്കെ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണ്ട. കാരണം വെക്കേഷനാണ്, മാത്രമല്ല നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ചെയ്യാം. ഞാൻ അല്ലെങ്കിലും എപ്പോഴും അങ്ങനെ തന്നെയാണ്, ജോലികൾ സ്പ്ലിറ്റ് ചെയ്തേ ചെയ്യാറുള്ളൂ. ഇന്നിപ്പോൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഷെൽഫായിരിക്കും. അങ്ങനെ ഓരോ സൈഡിൽ നിന്നാണ് ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് രാവിലത്തെ ആ ഒരു സ്പീഡപ്പിലെല്ലാം അങ്ങ് ചെയ്ത് വെച്ചു. മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് രസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് 1-2 പച്ചമുളകും എരിവിന് ആവശ്യത്തിന് എടുക്കാം. പച്ചമുളക്, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു പിടിയോളം കുരുമുളകുണ്ടല്ലോ അതും, കറുത്ത കുരുമുളകും പിന്നെ നല്ല ജീരകം ഉണ്ടല്ലോ, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല വൃത്തിയായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയാണ് നമ്മുടെ രസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ ഈ രീതിയിലാണ് രസം എപ്പോഴും വെക്കുന്നത്. ഞാനിതിവിടെ വന്നതിന് ശേഷം അടുത്ത വീട്ടിലെ ആൻറ്റി ഉണ്ടല്ലോ, ആൻറ്റി പറഞ്ഞു തന്നിട്ടുള്ള രസമാണ്. ആൻറ്റിയുടെ മകൾ ഇങ്ങനെയാണ് ഇവിടെ രസം വെക്കുന്നതെന്ന് പറയും. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ രസം കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിലുള്ള രസം ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വീട്ടിലും
ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആമിയാണ് എൻ്റെ രസത്തിൻ്റെ ഫാൻ ഗേൾ എന്ന് പറയുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 തക്കാളി എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 വലിയ തക്കാളി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ രസം വയ്ക്കുന്നത്. ഞാൻ ഈ ചട്ടിയിലാണ് എപ്പോഴും രസം വയ്ക്കാറുള്ളത്. അതിന് വേണ്ടിയിട്ട് മൺചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് താളിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഒരു പൗഡർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു രസത്തിന് വേണ്ടുന്ന കൂട്ട് തയ്യാറാക്കുമ്പോഴത്തേക്കും മറക്കാതെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുത്താലേ നമുക്ക് രസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് 1-2 പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, എക്സ്ട്രാ ഒന്ന് ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചേക്കാം. അത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ പോയിട്ട് വരട്ടെ. അടുത്ത വീട്ടിലെ ആൻറ്റിയുടെ നിന്ന് മുരിങ്ങയില തന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർ തന്നിട്ടുള്ള മുരിങ്ങയില ഞാനിങ്ങനെ കവറിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. കുറേ നാൾ കേടാകാതിരിക്കും ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ. വെജിറ്റബിൾ ബോക്സിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ തോരന് വേണ്ടിയുള്ള മുരിങ്ങയിലയും കൂടി ഒരു സൈഡിൽ എടുത്ത് വെച്ചു. ഇടയിൽ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ തക്കാളിയും ഉടച്ചെടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇതിനിടയിൽ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടപ്പോഴത്തേക്കും കായപ്പൊടി ഇട്ടായിരുന്നു കേട്ടോ, പറയാനായിട്ട് വിട്ടുപോയതാണ്. പിന്നെ എപ്പോഴും ഉപ്പിടുമ്പോഴത്തേക്കും കുറച്ചധികം കൂടുതൽ തന്നെ ഇടണം, എന്നാലാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുത്തിട്ട് നമ്മളിതിലേക്ക് മല്ലിയില മറക്കാതെ ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്താലാണ് രസത്തിന് ആ ഒരു കറക്റ്റ് ആതൻറ്റിക്കായിട്ടുള്ള ഫ്ലേവർ കിട്ടുള്ളൂ. എന്നിട്ട് അവസാനമായിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂണിൽ താഴെ മാത്രം കുറച്ച് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തേക്കാം കേട്ടോ. ഒരുപാട് നേരം അങ്ങനെ വെച്ചേക്കരുത്, തിളയ്ക്കാനായിട്ട് വെക്കാൻ പാടില്ല എന്ന് പറയും. രസം പെട്ടെന്ന് കേടായി പോകും കേട്ടോ. 1-2 ദിവസം കൊണ്ട് തന്നെ കേടായി പോകും. ഇത് ഏകദേശം ഒരു 4-5 ദിവസത്തോളം ഇരിക്കും കേട്ടോ പുറത്ത് വെച്ചാൽ ഈ രസം. അപ്പം ഞാനിങ്ങനെയാണ് രസം വയ്ക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഞാൻ മുരിങ്ങയില തോരൻ വെക്കാൻ വേണ്ടിയിട്ട് താളിപ്പൊക്കെ തയ്യാറാക്കിയിട്ട് മുരിങ്ങയില വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വെയിലായ കാരണം കൊണ്ട് വെള്ളം ദാഹിച്ച് മരിക്കും കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ലിക്വിഡ് ഫോമിൽ നമ്മൾ കുടിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാനിന്നിപ്പോൾ മോരാണ് ഉണ്ടാക്കുന്നത്. മോര് കുറച്ച് തൈര് എടുത്തിട്ട് നമ്മൾ തൈര് ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കലം ഉണ്ടല്ലോ, അതിൽ ചെറിയൊരു കുടം ഉണ്ടായിരുന്നില്ലേ, അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കണം. അപ്പോഴത്തേക്കും ഉണ്ട് ഹസ്ബൻഡ് പുറത്ത് പോയിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ മീൻ കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന്. അങ്ങനെ ഹസ്ബൻഡ് പോയിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് ക്ലീൻ ചെയ്യേണ്ട, ഞാൻ ക്ലീൻ ചെയ്തോളാം. അങ്ങനെ ചില സമയത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മീൻ കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെ കഴിക്കാതിരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയാണ്. അങ്ങനെ ഈ മീനിൻ്റെ പേര് നാട്ടിൽ ഞങ്ങൾ കൊഴിയാള എന്നാണ് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ പേര് കിളിച്ച എന്നാണ് കേട്ടോ തമിഴിൽ പറയുന്ന പേര്. നിങ്ങളുടെയൊക്കെ അങ്ങോട്ട് എന്താണ് ഇതിൻ്റെ പേരെന്നൊന്ന് പറയണേ, കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഇനി ഞാനിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഴമ്പ് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ മിക്കവാറും ഇതുപോലെ മീൻ കിട്ടുന്ന സമയത്ത് അങ്ങനെ വറുക്കുവാണെന്നുണ്ടെങ്കിൽ, വറുക്കുന്നത് വളരെ അപൂർവമാണ്, വറുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശക്കല്ലിലിട്ടിട്ടാണ് കേട്ടോ വറുക്കുന്നത്. അപ്പോൾ നല്ല നമുക്ക് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. കുറച്ചും കൂടി നല്ല മറിച്ചൊക്കെ ഇടാനായിട്ട് കുറച്ചും കൂടി നല്ല കംഫർട്ടായിരിക്കും. ഞാൻ എപ്പോഴും മീൻ വറുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില അതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാം. ഞാൻ ചില ദിവസങ്ങളിൽ ലെമൺ ജ്യൂസും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ല, പെട്ടെന്ന് എടുത്ത് വറുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ.
അതവിടെ വറുക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ വന്നിട്ട് മോര് കുടിക്കുന്നുണ്ട്. ആമിയും എന്നോടൊപ്പം കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ആ മോര് മൊത്തം കുടിച്ച് തീർത്തേട്ടാ. ഇതിനിടയിൽ തന്നെ മീനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. മീൻ എപ്പോഴും വറുക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് ചട്ടുകം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ നല്ലതായിട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങി കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതിനിടയിൽ തന്നെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയായി. ഞങ്ങൾ മൂന്നുപേരും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു മണിയാകുമ്പോഴത്തേക്കും തന്നെ ഭക്ഷണം കഴിക്കും കേട്ടോ. 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ചില ദിവസങ്ങളിൽ കഴിക്കും, ചിലപ്പോൾ 1 മണിക്ക്. ഇന്നിപ്പോൾ 1 മണിയായപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തേട്ടോ. ഉറങ്ങത്തൊന്നുമില്ല. ഉച്ചയ്ക്ക് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ആമ എന്നോട് 2-3 ദിവസമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇതുപോലെ അവൾക്ക് ഉഴുന്നുവട വേണമെന്ന്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉഴുന്നുവടയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുന്നേയും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് പോയിട്ട് വട ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പാല് മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പിന്നെ പാൽ ചായ ഇട്ടു. അപ്പോൾ ആമയുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ ഉഴുന്നുവട. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലുണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ഞങ്ങളങ്ങനെ പുറത്തുനിന്ന് ഉഴുന്നുവട മേടിക്കാറില്ല. പരിപ്പ് വടയും ഉഴുന്നുവടയൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ ഇങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഇട്ടൊന്ന് കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.